തിരുവോണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായർ എന്നയാൾക്കാണ് ബമ്പർ അടിച്ചത്. ഇയാൾ നെട്ടൂരിലെ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കി എന്നുള്ളതാണ് വിവരം. ഡാനി പോൾ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസം ഈ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരാണ് ഭാഗ്യവാൻ, ഭാഗ്യശാലി എന്നൊക്കെയുള്ള ഒരു കൗതുകവും ആകാംക്ഷയും മലയാളികൾക്കുണ്ട്. പലപ്പോഴും അവർ രംഗത്ത് വരാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ആ പേരും വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വരികയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വലിയ അഭ്യൂഹങ്ങളാണ് ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് തീരുമാനമാകുന്നു. തുറവൂർ സ്വദേശി ശരത് എസ് നായർക്കാണ് 25 കോടി രൂപയുടെ ഓണം ബമ്പർ അടിച്ചിരുന്നത്. ഇയാൾ നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് MT ലതീഷിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇയാൾ ഈ ഭാഗത്ത് നെട്ടൂരിലെ നിപ്പോൺ പെയിന്റ്സിലെ ജീവനക്കാരനാണ് ശരത് എന്നാണ് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇയാൾ തൈക്കാട്ടുശ്ശേരി SBI ശാഖയിലാണ് അദ്ദേഹം ടിക്കറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റ് നമ്പർ TJ 750605 എന്ന ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചിരുന്നത്. ഈ ടിക്കറ്റ് സമ്മാനം ലഭിച്ചെന്ന് ലോട്ടറി വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹം നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്, ഏജന്റിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. തന്റെ ഭാഗ്യത്തിൽ വലിയ രീതിയിൽ സന്തോഷം പുറത്തു പറയാതെ ഈ 2 ദിവസവും തന്നെ അത് ഒതുക്കി പിടിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ പ്രചരിക്കുമ്പോഴും ഒരു രീതിയിലേക്കും ഇദ്ദേഹം അത് പുറത്തേക്ക് ഇത് പറഞ്ഞിരുന്നില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സഹപ്രവർത്തകരോടൊപ്പമാണ് ടിക്കറ്റ് വാങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. 1ാം സമ്മാനം ലഭിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹം പ്രത്യേകിച്ച് വലിയ രീതിയിലേക്ക് ഇത് പുറത്ത് പറയാതെ ഇരിക്കുകയായിരുന്നു. ഇന്നാണ് അത് ഇവിടെ ബാങ്കിൽ അടക്കം സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഇതനുസരിച്ച് SBI ശാഖയിലാണ് ടിക്കറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. തുറവൂർ തൈക്കാട്ടുശ്ശേരി SBI ശാഖയില് ടിക്കറ്റ് നിലവിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ഇത് ഭാഗ്യവാനോ ഭാഗ്യവതിയോ എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയായിരുന്നു. പലരും അവകാശവാദവുമായിട്ട് ചില കാര്യങ്ങൾ പുറത്ത് പറയുകയും ചെയ്തിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീക്കാണ് ഈ സമ്മാന അർഹയായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സ്ഥിരീകരണം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 2 ദിവസങ്ങളിലടക്കം ഈ ഏജന്റിന്റെ കടയ്ക്ക് മുന്നിലടക്കം നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇതിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീക്കാണ് ടിക്കറ്റിന് സമ്മാനാർഹയായതെന്നും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ ഇപ്പോൾ സ്ഥലത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴും ഇത് സംബന്ധിച്ചൊരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു, ഇത് അവർക്ക് തന്നെയാണോ എന്ന്. കാരണം അവർ 2ാമത് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇത് തനിക്കല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത് മാധ്യമങ്ങൾക്കോ മറ്റു മുന്നിലേക്ക് വരാനുള്ള മടി കൊണ്ടാണ് എന്നതാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ